പാർലമെന്റ് സമ്മേളനം നല്ല രീതിയിൽ നടന്നു പോകണമെന്ന് രാഹുൽ ഗാന്ധിക്ക് ഒരു വിചാരവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം 3 ആഴ്ചയായി പാർലമെന്റിൽ ഒരു തരത്തിലുമുള്ള ചർച്ചകൾ നടത്താൻ രാഹുൽ ഗാന്ധി സമ്മതിക്കുന്നില്ല. എപ്പോഴാണോ പാർലമെന്റ് കൂടുന്നത് ആ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ എംപിമാരും വലിയ രീതിയിൽ പ്രതിഷേധവുമായി നടുത്തളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ പാർലമെന്റ് സമ്മേളനം ആ ദിവസത്തേക്ക് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സ്പീക്കർ എത്തുന്നു. അങ്ങനെ 3-ാം ആഴ്ചയിലേക്ക് കടന്ന സാഹചര്യത്തിൽ പാർലമെന്റ് സമ്മേളനം 3-ാം ആഴ്ചയിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പാർലമെന്റ് കാണിക്കുന്ന നാടകത്തിന് ഒരു അറുതി വരുത്താൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം വിളികളെ തുടർന്ന് ലോക്സഭ ചേർന്ന് മിനിറ്റുകൾക്കുള്ളിൽ പിരിച്ചുവിട്ടതിന് പിന്നാലെ ഗാന്ധിയുടെ ഓഫീസിലെത്തിയാണ് റിജു അദ്ദേഹത്തെ കണ്ടതെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. നിലവിലെ സമ്മേളനത്തിൽ വീണ്ടും അവതരിപ്പിക്കാൻ സർക്കാർ അതീവ താൽപര്യം കാണിക്കുന്ന മണ്ഡല പുനർനിർണയ ബിൽ, വനിതാ സംവരണ ഭേദഗതി ബിൽ എന്നിവയുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ സഹകരണം റിജു തേടിയതായി വിവരങ്ങളുണ്ട്. എന്നാൽ സർക്കാരിന്റെ അഭ്യർത്ഥന രാഹുൽ ഗാന്ധി പൂർണ്ണമായും തള്ളിക്കളഞ്ഞതായി വൃത്തങ്ങൾ പറയുകയാണ്. രാം മന്ദിർ സംഭാവനയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെ കുറിച്ച് ചർച്ചയും തലസ്ഥാനത്ത് അതായത് ജൂലൈ 20-ന് നടന്ന പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടത്തിയ നടപടിയെക്കുറിച്ച് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ ഒരു പ്രസ്താവന പാർലമെന്റിൽ ഉണ്ടാകുന്നതുവരെ സഭയുടെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് കിരൺ റിജിജുവിന് പറഞ്ഞത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാർലമെന്റിലെ പ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിനായി കിരൺ റിജിജു ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ആഭ്യന്തരമന്ത്രിയും കണ്ടതായി അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ മണ്ഡല പുനർനിർണയ ബിൽ പാസാക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിന് വഴങ്ങാത്ത നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷം തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ നിന്നും അംഗങ്ങൾ കൂറുമാറിയതിനെ തുടർന്ന് സഭയിലെ അംഗബലത്തിലുണ്ടായ മാറ്റം മുതലെടുത്ത് കഴിഞ്ഞ സമ്മേളനത്തിൽ പാസാക്കാൻ കഴിയാതിരുന്ന വിവാദ ബിൽ ഇത്തവണ പാസാക്കിയെടുക്കാൻ സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരായ നടപടിയുടെ പേരിൽ അമിത്ഷായെ ലക്ഷ്യമിടുന്ന പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സഭയിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ പ്രതിഷേധത്തിനിടെ ബലപ്രയോഗം നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മജിസ്ട്രേറ്റ് ആണെന്നും ആഭ്യന്തര മന്ത്രിയല്ലെന്നും സർക്കാർ വ്യക്തമാക്കിയതായി ഒരു സൂചനയുണ്ട്. രാമക്ഷേത്ര നിർമ്മാണത്തിനായുള്ള സംഭാവന തുകയിൽ തിരിമറി നടന്നെന്ന ആരോപണത്തിലും കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ചർച്ച വേണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നതിനായി പ്രതിപക്ഷ എംപിമാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ പ്രതീകാത്മക സംഭാവന പെട്ടികളുമായി പ്രതിഷേധം നടത്തി വരികയാണ്. ജൂലൈ 20-ന് വർഷകാല സമ്മേളനം ആരംഭിച്ചത് മുതൽ ലോക്സഭയ്ക്ക് ചോദ്യോത്തരവേള പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ബഹളത്തിനിടയിൽ 5 ബില്ലുകൾ ചർച്ച കൂടാതെ പാസാക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികൾ തുടർന്നതിനെ തുടർന്ന് ഇന്നും ലോക്സഭാ നടപടികൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. സഭ ചേർന്ന ഉടൻ തന്നെ അംഗങ്ങൾ തങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങണമെന്നും ചോദ്യോത്തരവേള നടപടികളുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കണമെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടു. സഭയ്ക്കുള്ളിലായാലും പുറത്തായാലും മുദ്രാവാക്യം വിളിക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ല. പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടിയും മുദ്രാവാക്യം വിളിച്ചും നിങ്ങൾ സഭയുടെ അന്തസ് കളയരുത് എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു വാർണിംഗ് പ്രതിപക്ഷ അംഗങ്ങളോട് ഓം ബിർള മുന്നോട്ട് വെച്ചിട്ടുണ്ട്.